ഹലോ എവ്രി വൺ, ഇറ്റ്സ് മിലിച്ചസ് കൊച്ചിക്കാരി ചൈതി. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര അധികം ഹാപ്പിയാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ എന്നാൽ പിന്നെ ചെറിയൊരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ വഴിയെ നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ വർഷത്തെ ആദ്യത്തെ കാറാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മൾ ചെറുവണ്ടികൾ നമ്മൾ സെയിൽ ചെയ്തായിരുന്നു, പക്ഷേ കാറിൽ ഇത്രയും ബഡ്ജറ്റ് കൂടിയ വണ്ടി നമ്മൾ ഈ വർഷം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതും വെറും 5 ദിവസത്തിനുള്ളിലാണ് ആക്ച്വലി ഈ ഒരു വണ്ടി സെയിലായി പോയിരിക്കുന്നത്. അതും ഇത്ര സ്പെഷ്യലായിട്ട് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് തന്നെ ഡയറക്റ്റ് ഡീൽ ചെയ്ത ഒരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നമ്മുടെ ഫോർച്യൂണറിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ ഇട്ട സമയത്താണെന്നുണ്ടെങ്കിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2011 വണ്ടിക്ക് എന്താണ് ഇത്രയും റേറ്റ് ചോദിക്കുന്നത്, റേറ്റ് ഭയങ്കര കൂടുതലാണല്ലോ എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം ഓപ്പണായിട്ട് പറയട്ടെ, നമ്മളിപ്പോൾ വണ്ടിക്ക് വില കൂടിയാലും ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഇപ്പം നമ്മൾ ഏത് കാട്ടുമുക്കിൽ പോയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ വണ്ടി സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ അവിടെ അന്വേഷിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വന്ന് വണ്ടികൾ എടുത്തുകൊണ്ട് പോകുന്ന കസ്റ്റമർ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ വില മാത്രം നോക്കിയിട്ട് വണ്ടികൾ എടുക്കാതെ വണ്ടിയുടെ കണ്ടീഷനും കൂടെ നോക്കിയിട്ട് നമ്മൾ വണ്ടികൾ എപ്പോഴും എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പോൾ നമ്മൾ കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ വില കുറഞ്ഞൊരു വണ്ടി എടുക്കുമ്പോഴത്തേക്കും മേ ബി അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. അതിലിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോളേജിൻ്റെ ആയിരുന്നു തന്നെ ഞാൻ പറയാം. ഞാൻ ആക്ച്വലി ആ വണ്ടി എടുത്തിരിക്കുന്നത് 72,000 രൂപക്കാണ്. എന്നാലും ഇൻഷുറൻസും കൂടെ വരുമ്പോഴത്തേക്കും 74,000 ആ ഒരു റേഞ്ചിലാണ് ഞാൻ ആക്ച്വലി ആ ഒരു വണ്ടി എടുത്തേക്കുന്നത്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്. എന്ന് പറഞ്ഞാൽ പാച്ച് വർക്ക് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഇനി എനിക്ക് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. മെക്കാനിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ സൈഡ് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ചെറിയ പാച്ച് വർക്ക് പെയിന്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ആ ഒരു കറന്റ്ലി ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒരു സ്ക്രാപ്പ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബഡ്ജറ്റിൽ നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിൽ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ വണ്ടിക്ക് ഉണ്ടാവും. എന്നാൽ ആ സമയത്ത് നമ്മളൊരു 2 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഒരു 2.5 നമ്മൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി അതുപോലെ കണ്ടീഷൻ ആയിരിക്കും. പെയിന്റ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കും. മെക്കാനിക്കൽ സൈഡ് ഒന്നും കുഴപ്പമില്ലാത്ത വണ്ടിയായിരിക്കാം. അപ്പോൾ അത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ആ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ വണ്ടി എടുക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇനിയിപ്പോൾ ആ വണ്ടി എൻ്റെ കയ്യിൽ നിന്നിട്ട് വീണ്ടും ഞാൻ പണിയേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ അങ്ങനെ പറഞ്ഞ വേറൊന്നുമില്ല. ഈ ഒരു ഫോർച്യൂണറിന്റെ കാര്യത്തിൽ വന്നപ്പോഴത്തേക്കാണെങ്കിൽ പലരും കമന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര റേറ്റ് കൂടുതലാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാരാണെന്നുണ്ടെങ്കിലും കുറച്ച് വില കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്രയും വില തന്നെ കൊടുത്തിട്ട് എടുക്കാനായിട്ട് ആളുകളുണ്ട്. അപ്പോൾ ഫോർച്യൂണർ അത് അതർ സ്റ്റേറ്റ് വണ്ടി കൂടെ ആയിരുന്നു. പക്ഷെ ആ വണ്ടി അതർ സ്റ്റേറ്റ് ആണെങ്കിൽ പോലും അത്രയും കണ്ടീഷനിൽ കൊണ്ടു നടന്ന ഒരു വണ്ടിയാണ്. ആ വണ്ടി അതുപോലെ എന്താ പറയാ, അത്രയും ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ളൊരു വണ്ടിയും കൂടെ ആയിരുന്നു. എന്തായാലും ആ എടുത്ത കസ്റ്റമർ എന്തായാലും എന്താ പറയുക ഭാഗ്യവാനാന്ന് ഞാൻ പറയത്തുള്ളൂ. അയാൾക്ക് ആ ഒരു എടുത്ത പ്രൈസിന് അയാൾക്ക് ആ വണ്ടി വെർത്താന്ന് ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് ഓൾറെഡി അതിൽ ഒരു 2-2.5 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ആക്സസറീസ് അതിൽ ആ വണ്ടിയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ തന്നെ സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല ആക്ച്വലി ഇത്രയും എന്താ പറയാ, ഇത്രയും ദിവസം കൊണ്ട് തന്നെ വണ്ടി പോകും എന്നുള്ളത് ഞാൻ പോലും വിചാരിച്ചില്ലായിരുന്നു. ഓൾറെഡി ആ വണ്ടി അത്യാവശ്യം ലുക്കായിരുന്നു, അത് വേറെ കാര്യം. എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ ഒരാൾക്ക് കാണുമ്പോൾ തന്നെ വല്ലാതെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു. അത് എക്സ്ട്രാ ആക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അത് ഓൾറെഡി Type 2 കൺവേർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ TR ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ വണ്ടിയുടെ ഒരു ലുക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മാറിയിട്ടുണ്ടായി. നമ്മൾ 11,70,75,000 രൂപയാണ് നമ്മൾ ആക്ച്വലി ആ വണ്ടിക്ക് ചോദിച്ചിരുന്നത്. എന്നിരുന്നാലും എന്താ പറയാ, അതിനുണ്ട് ആ വണ്ടി എന്തായാലും ആ ഒരു റേറ്റിനുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മളൊരു 1 ഗെയിമിൽ കൂടെയാണ് ആക്ച്വലി ഒരു വണ്ടി സെയിലാക്കിയെന്നുള്ളത്. അത് വേറൊന്നുമല്ല, നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5 പോസ്റ്റ് ഈ വണ്ടിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന് സെയിലാകും എന്നുള്ളത്
ഞാൻ വിചാരിച്ചില്ലായിരുന്നു, അത് വേറെ കാര്യം. ഞാൻ വിചാരിച്ചു കുറച്ച് ടൈം പിടിച്ചിട്ട് പോകുള്ളായിരിക്കും ഞാൻ വിചാരിച്ചത്. കാരണം ഇതിനു മുമ്പ് നമ്മൾ ഫോർച്യൂണർ സെയിലായപ്പോഴാണെങ്കിൽ പോലും കുറച്ച് ടൈം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കണക്കിലാണ് ഞാൻ വിചാരിച്ചത്. ഏകദേശം ഇൻസ്റ്റഗ്രാമിൽ ഒരു 2,90,000 സംതിങ് എന്തോ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നമ്മൾ ചെറിയൊരു 5 മിനിറ്റത്തെ വ്ളോഗല്ല, ചെറുതായിട്ടൊന്ന് ഷോർട്ടാക്കി ഇട്ടുന്നു മാത്രമുള്ളത്. കുറച്ച് പേര് മാത്രമേ കണ്ടുള്ളായിരുന്നു. ഒരു 1K ആൾക്കാരെ കണ്ടുള്ളായിരുന്നു. എന്തായാലും എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നമുക്ക് ആ ഒരു വണ്ടി സെയിലായല്ലോ. പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് 1 ഗെയിം എന്ന് എന്താ ഉദ്ദേശം എന്നുള്ളത്. ഞാൻ ആ 1 ഗെയിം ഞാൻ ആക്ച്വലി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറയാം. വേറൊന്നുമല്ല, ഈ പോസ്റ്റ് ഞാൻ ഇട്ടതിന് ശേഷം ഞാൻ ഡയറക്റ്റ് ഓണറിന്റെ നമ്പറാണ് ഞാൻ കൊടുത്തത്. അത് ഞാൻ ഓൾറെഡി കസ്റ്റമറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഞാൻ ഇട്ടേക്കാം, എന്നിട്ട് ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡയറക്റ്റ് കൊടുത്തേക്കാം, നിങ്ങൾ ഡയറക്റ്റ് ഡീൽ ചെയ്തോളാനായിട്ട്. ആയി നല്ല അടിപൊളി അവിടെ കുയിലുണ്ട്, അതാണ് ഡയറക്റ്റ് ഡീൽ ചെയ്തോളാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോള് കസ്റ്റമർക്ക് ഡയറക്റ്റ് തന്നെയാണ് വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരുപാട് ഷോപ്പിലൊക്കെ പോയിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അവിടെ ഉള്ള എന്താ പറയുക, എടുക്കാൻ വരുന്ന കസ്റ്റമർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ കടക്കാരായിക്കോട്ടെ, നമ്മളുടെ പേര് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്നുള്ളത് അവർ പറയാറില്ല ആക്ച്വലി. അതുകൊണ്ടിട്ട് എനിക്കാണെങ്കിൽ കമ്മീഷനും കിട്ടാറില്ല. ഞാൻ കൂടുതലും നേരത്തേക്കാം കമ്മീഷൻ ബേസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ കുറച്ചത് സൈഡാക്കി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് പോകും. പക്ഷെ വന്നെടുക്കുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഇന്ന പോലെ കൊച്ചിക്കാരുടെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നെടുക്കുന്നതെന്നുള്ള ഒരാൾ പോലും പറയാറില്ല. അത് എനിക്കറിയാൻ പാടില്ല എന്താണ്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ഇത് ഇങ്ങനെ എന്തിനാ ഇടക്കിടക്ക് പറയുന്നത്, കമ്മീഷൻ കിട്ടുള്ള കമ്മീഷൻ. പിന്നെ പണിയെടുത്ത പൈസ നമുക്ക് കിട്ടണ്ട, നമ്മൾ വീഡിയോ ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടാറില്ല. അപ്പം നമ്മൾ കമ്മീഷൻ ബേസ് അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ അതും നടക്കൂല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പറയാനാണ്. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ അല്ലേ? ഒരിക്കലും ഇല്ല. നമുക്കൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വിളിക്കാതാണെങ്കിൽ പല കസ്റ്റമർ ഷോപ്പിൽ വന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോകുന്നവരുണ്ട്. അപ്പം അതും ചിലപ്പോൾ നമ്മൾ അറിഞ്ഞെന്ന് വരില്ല. ചിലർ മാത്രം, വളരെ ചുരുക്കം പേര് മാത്രമാണ് ഇപ്പോൾ എന്താ പറയുക, എൻ്റെ വീഡിയോ കണ്ടിട്ട് വണ്ടി എടുത്തോണ്ട് പോകുമ്പോൾ എന്നെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ അറിയുന്നാവും എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വണ്ടി എടുത്തോണ്ട് പോണേന്നുള്ളത്. എനിക്ക് കുഴപ്പമില്ല, കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയും. കാരണം വേറൊന്നുമല്ല, ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇപ്പം ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലതെന്ന് തോന്നിയ വണ്ടികളാണ് ഞാൻ ഭൂരിഭാഗം ഞാൻ കാണിക്കുന്നത്. മേ ബി ചിലപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ വണ്ടി ഉണ്ടാവത്തില്ല. അപ്പോൾ ചിലപ്പോൾ വേറെ വണ്ടിയായിരിക്കും ആളുകൾ എടുത്തുകൊണ്ട് പോണത്. എന്നിട്ടാണെങ്കിൽ ഇത് നമ്മുടെ അടുത്ത് പറയുമില്ല. വണ്ടി എന്തെങ്കിലുമൊക്കെ വന്ന് കംപ്ലൈന്റ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കായിരിക്കും ചേച്ചി എന്നെ വിളിക്കുന്നത്, ചേച്ചി ഞാൻ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് പോയി വണ്ടി എടുത്തന്നിട്ട് ഇപ്പോൾ പെട്ട് അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് മേ ബി ഇവരറിയാൻ, ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവർ ആരാണ് എന്താണെന്നൊന്നും ഏത് കസ്റ്റമർ ആണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരിക്കും. ഇപ്പം ഞാൻ എന്നോട് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ മുഖാന്തരം പോയിട്ടാണ് വണ്ടികൾ നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കൽ വർക്ക് ചെയ്യാനായിട്ട് എനിക്കൊരു ടീമുണ്ട്. അങ്ങനെ ഞാൻ ഓൾറെഡി വണ്ടികൾ എടുത്ത് ചെയ്യുന്ന പറഞ്ഞിട്ട് എൻ്റെ വണ്ടികളൊക്കെ ഞാൻ അവരെ കൊണ്ടാണ് എല്ലാം നോക്കിപ്പിക്കുന്നതും അതുപോലെ തന്നെ ചെയ്യിപ്പിക്കുന്നതൊക്കെ ഞാൻ അവരെ കൊണ്ടിട്ടാണ്. നമ്മൾ ഓൾറെഡി ഞാനിപ്പോൾ പോയിട്ട് വണ്ടി വാല്യുവേഷൻ ചെയ്യും. അത് കൂടാതെ ഞാൻ വീണ്ടും ഒരു വാല്യുവേഷനും അതുപോലെ തന്നെ മെക്കാനിക്കൽ സൈഡൊക്കെ ഞാൻ വീണ്ടും ഒരു ടീമിനെ കൊണ്ട്, ഒരു മെക്കാനിക്കൽ ടീം എനിക്ക് ഓൾറെഡി ഉണ്ട്, അവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാം. അങ്ങനെയൊക്കെയാണ് ആക്ച്വലി ഞാൻ വണ്ടി എടുക്കുന്നത്. ഇപ്പോൾ വണ്ടി എടുക്കാൻ വരുന്ന കസ്റ്റമർ ആണെങ്കിൽ പോലും നമ്മൾ അത്രയും വണ്ടി നോക്കിയിട്ടൊക്കെയാണ് ഓരോ വണ്ടികളും ഞാൻ കൊടുക്കുന്നത്. ചിലർ പറയാറില്ല, ഇപ്പോൾ വീഡിയോ കണ്ടിട്ടാണ് വന്ന് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലർ പറയാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കുടിവൊക്കെ കിട്ടിയ ഒരു എന്താ പറയാ, വണ്ടി എടുത്ത് ട്രോഫി ആയി കഴിയുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ എൻ്റെ അടുത്തൊന്ന് പറയണം. അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഹെൽപ്ലെസ്. എനിക്കൊന്നും പറയാനും പറ്റില്ല, എനിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം വണ്ടിക്ക് നിങ്ങൾ എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു 5-10 രൂപ നിങ്ങൾക്ക് കമ്മീഷൻ എനിക്ക് തരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടിട്ടായിരിക്കും മേ ബി പലരും ചിലപ്പോൾ പറയാത്തത്. ചിലപ്പോൾ ചിലർ മറന്നു പോയതായിരിക്കും. പക്ഷെ ഭൂരിഭാഗം ആളുകൾ ഒന്നില്ലെങ്കിൽ മനഃപൂർവ്വം പറയാത്തായിരിക്കും, അവളിപ്പോൾ അങ്ങനെ കമ്മീഷൻ കിട്ടി അങ്ങനെ അധികം വലിയ ആളാവണ്ടെന്നുള്ളൊരു കൺസെപ്റ്റിൽ. അപ്പം എന്താ അവിടെ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട കമ്മീഷൻ ചിലപ്പോൾ നിങ്ങൾ തരാതിരിക്കുമ്പോൾ ആ പൈസ നിങ്ങൾ പിന്നെ ഓരോ വണ്ടി കംപ്ലൈന്റ് ആയി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആ പൈസ അതിലേക്ക് പോയിക്കോളും. ഇത് കർമ്മയുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ എന്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ നന്നാവണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഏതെങ്കിലുമൊക്കെ വഴിയിൽ നമുക്കത് കിട്ടിയിരിക്കും. അത് എനിക്ക് പറഞ്ഞു, ഞാനിതൊരു പ്രാക്കായിട്ടൊന്നും ഇട്ടല്ല കേട്ടോ പറയുന്നത്. എന്നാൽ എനിക്ക് ഭൂരിഭാഗം കുറേ ആളുകൾ എന്നെ ഇങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുമ്പ് ഒരു 2 വർഷം മുമ്പ് ഞാൻ ഇതുപോലൊരു ഷോപ്പിൽ ഞാൻ സ്ഥിരമായിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു ചെറുക്കൻ വണ്ടി എടുത്തായിരുന്നു. എനിക്കറിയാൻ പാടില്ലായിരുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വണ്ടി എടുത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ
ഉമ്മിച്ചു എന്നെ വിളിച്ചിട്ട് കരയൊക്കെ ചെയ്തായിരുന്നു നിങ്ങളുടെ വീഡിയോ ഉണ്ടിട്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ നിന്നാ വിളിക്കണത്, എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കി എന്നെ ഈ ആള് വിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ നമ്പർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എന്നെ ഇവർ വിളിച്ചിട്ടില്ല, ഇവർ ഡയറക്റ്റ് പോയിട്ട് വണ്ടി എടുത്തേക്കാണ്. എന്നിട്ട് വണ്ടി കംപ്ലൈന്റ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് നിങ്ങൾ പറയാതെ പോയി വണ്ടി എടുത്തല്ലേ, എനിക്കിനി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഞാൻ മുഖാന്തരമാണ് വണ്ടി പോയി എടുത്തതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തു തന്നാനെ, എന്നെ കൊണ്ട് പറ്റുന്നവരെ ഞാൻ എന്തെങ്കിലും ചെയ്തു തന്നാനെ. ഇതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അവര് പിന്നെ എന്താ ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടില്ല, ചോദിക്കാനും പോയിട്ടില്ല. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോ എന്റെ വീഡിയോ എന്നല്ല, ആരുടെ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ പോലും നമ്മൾ ഏത് ഷോറൂമിൽ പോയി വണ്ടി എടുക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പം പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വണ്ടി എന്താണ് സെയിലാക്കണം, അല്ലെങ്കിൽ അവന്റെ തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് നടക്കാം. ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് അങ്ങനെ മറ്റുള്ളവരെ പറ്റി ചൂണ്ടിച്ച് തിന്നണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹമില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം, എടുക്കുന്ന വണ്ടിയാണെങ്കിൽ പോലും ഇപ്പോൾ ചിലപ്പോൾ നട്ടിലും ബോൾട്ടിലും ഇരിക്കുന്ന സാധനമാണ്, അതിന് ചിലപ്പോൾ കംപ്ലൈൻറ്റ്സ് ഒക്കെ വന്നിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ ഞാൻ എടുത്തു വെച്ചേക്കുന്ന വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടാവും. അത് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കണ്ടെന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യസ്ഥതയാണ്. എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവന്റെ ഉത്തരവാദിത്തം ശരിയായിരിക്കും. നമ്മളെന്നാലും പിന്നീട് കസ്റ്റമറാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ അവൻ ഓടിക്കുന്ന മുഖാന്തരം ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് വന്നാൽ പിന്നെ അവനാണ് നോക്കേണ്ടത്. അത് ശരിയാണ്. എന്നാലും ആ കൊടുക്കുന്നത് വരെ ഉള്ളത് വെച്ചിട്ടാണെങ്കിൽ നമ്മളാണ് അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ നോക്കി കണ്ടൊക്കെ ചെയ്യേണ്ടത്. ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് ആളുകളെ പറ്റിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചാണ് ഇനി ഞാൻ എന്തെങ്കിലും ഒരു വണ്ടി കച്ചവടം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല വണ്ടി തന്നെ കൊടുക്കണം എന്നുള്ളത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഞാനും വണ്ടികളൊക്കെ എടുത്ത് കച്ചവടം ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങി. അപ്പൊ എന്തായാലും ഞാൻ ഈ ചെറിയ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഫോർച്യൂണർ ഇതിനു മുമ്പ് സെയിലായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇങ്ങനെയൊന്നും വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഒരു പുതുവർഷം തുടങ്ങിയപ്പോൾ തന്നെ ഇത്രയും പെട്ടെന്ന് സെയിലാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞു തരുന്ന പോലെ വീണ്ടും നമ്മൾ ഒന്നേന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. കാറാണെന്നുണ്ടെങ്കിലും ബൈക്കാണെന്നുണ്ടെങ്കിലും ലോറി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വണ്ടികളൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഫിനാൻസ് ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഷോറൂമിന്റെ കാര്യമൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാത്തത് വേറൊന്നും കൊണ്ടിട്ടല്ല, എല്ലാം ഒന്ന് സെറ്റ് ആയതിനു ശേഷം നിങ്ങളോട് പറയുന്നതാണ്. എന്തായാലും നിങ്ങളോട് പറയുന്നത് നമ്മൾ ഒരു കാര്യവും നമ്മൾ ചെയ്യത്തില്ല. അപ്പൊ ഷോറൂമിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൺ ദ വേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പ്രോപ്പർ അപ്ഡേഷൻ എനിക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ വണ്ടികളൊക്കെ ഇപ്പൊ ചെറുതായിട്ട് എടുത്ത് തുടങ്ങിയേക്കുന്നത് അതിലേക്കുള്ളൊരു സൂചനയാണെന്ന് നിങ്ങൾ കൂട്ടിക്കോ, അങ്ങനെ നിങ്ങൾ കരുതിക്കോ. അതിലേക്കുള്ളൊരു ചുവടുവെപ്പാണ് സത്യത്തില്. നമ്മള് എന്താ പറയാ, ഒരു ഷോറൂം നമുക്ക് പോയി എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്നും അതോർത്ത് നമുക്ക് നിരുത്സാഹപ്പെട്ടിരിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. എവിടെ നമ്മൾ നിർത്തിയോ അവിടെ നിന്ന് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇപ്പോഴത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിട്ടാണല്ലോ. അത് വേറൊന്നും കൊണ്ടിട്ടല്ല. ഒന്നാമത്തെ കാര്യം അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം ഒരു പ്രോപ്പർ വേയിലേക്ക് വീണ്ടും എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ടൈം പിടിക്കും. അപ്പൊ പക്ഷെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടൈം പിടിക്കേണ്ടി വന്നില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾ വണ്ടികളൊക്കെ എടുത്ത് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു, വണ്ടികളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങി. അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് എന്ത് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും ഷോറൂമിന്റെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങളോട് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. എല്ലാവരും ചോദിക്കുന്നതുകൊണ്ടിട്ടാണ് അത് ജസ്റ്റ് ഞാൻ പറഞ്ഞത്. പിന്നെ വണ്ടികളൊക്കെ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഫിനാൻസ് ക്ലോസ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ വണ്ടികൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മളുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് DM ചെയ്യുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താലും മതി. ചിലപ്പോൾ ഇൻ കേസ് എനിക്ക് കുറേ കോൾസ് വരുന്നതുകൊണ്ട് നിങ്ങളുടെ കോൾസ് എനിക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടിട്ട് വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും കുറച്ചും കൂടെ എനിക്ക് എളുപ്പം. അതാകുമ്പോൾ ഞാൻ ഫ്രീ ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് 100K സബ്സ്ക്രൈബേഴ്സ് ആക്കേണ്ടതാണ്. ഇപ്പോൾ 74,000 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ എന്തായാലും വഴിയെ നിങ്ങളെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.